വെറുതെ ഇരിക്കുമ്പം പഴയ കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുന്നവരാണോ നിങ്ങൾ? ഞാൻ അങ്ങനെയാണ് കേട്ടോ. നമ്മളെ സഹായിച്ചവരെയും സന്തോഷിപ്പിച്ചവരെയും ദുഃഖിപ്പിച്ചവരെയൊക്കെ ഞാൻ ഓർക്കും. ചിലർ ചോദിക്കും എന്തിനാ അതൊക്കെ, അങ്ങ് വിട്ട് കളഞ്ഞാൽ പോരെയെന്ന്. അങ്ങനെയൊന്നും കളയാൻ പറ്റിയില്ല കേട്ടോ. മനുഷ്യനായിട്ടുള്ള എല്ലാവരും അതൊക്കെ ഇടയ്ക്കെങ്കിലുമൊക്കെ ഓർക്കും. അപ്പോഴേ ഞാൻ പറയാൻ പോകുന്നത് ഒരു 10 വർഷം മുമ്പ് ഞാൻ എടുത്ത കുറച്ച് ഫോട്ടോസുകളുടെ കഥയാണ്. എന്നെ സന്തോഷിപ്പിച്ച കുറേ എൻ്റെ പെറ്റ്സിനെ പറ്റി. കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ എന്നും കണ്ടോണ്ടിരിക്കാൻ വേണ്ടി ഞാൻ എടുത്ത കുറേ ഫോട്ടോയൊക്കെ കാണുന്നത്. ഇവനാണ് പൂസി, പൂച്ചക്കുട്ടി എന്നൊക്കെ വിളിക്കും. ഇത് അവൻ്റെ കൂട്ടുകാരൻ, ഞാൻ പോന്ന ശേഷം വന്നതാട്ടോ. ഞങ്ങൾ രണ്ടും തമ്മിൽ നല്ലൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു. അവനെ വളർത്തിയതൊക്കെ ഞാനാണ്. ഇവന് ബ്രെഡ് ഇഷ്ടമാണ്. അപ്പോൾ അവൻ എന്നെ ചെയ്യുന്നറിയോ, ഓടി വരും, വന്നിട്ട് 2 കൈ നമ്മുടെ കാലിലെടുത്ത് വെച്ചിട്ട് ചോദിക്കും. നമ്മൾ കൊടുത്ത് വയർ നിറച്ച് കഴിച്ചു കഴിഞ്ഞ് ഇല്ല എന്ന് 2 കൈ കൊണ്ട് കാണിച്ചാൽ മതി. അപ്പോൾ അവനങ്ങ് പൊക്കോളും. തീർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കള വരും, തേങ്ങയ്ക്ക് വേണ്ടി ചിരണ്ടുമ്പോൾ അതും കൊടുക്കും. അത് കഴിച്ച് കഴിഞ്ഞാൽ അങ്ങ് പൊക്കോളും. എല്ലാവരും പറയും പൂച്ചകൾക്കൊക്കെ ചൂട് പേടിയാന്ന്. എൻ്റെ പൂച്ച എങ്ങനെയാണെന്നറിയോ, ചൂട് ചോറും മീനും കൂടി ഇളക്കി എടുത്തു കഴിഞ്ഞാൽ അത് തണുക്കുന്ന വരെ ഇരുന്ന് ഉറങ്ങും, അവിടെ വെയിറ്റ് ചെയ്യും, എന്നിട്ട് കഴിച്ചിട്ട് പൊക്കോളും. അതായിരുന്നു ഞങ്ങളുടെ ഇടയിലുള്ളൊരു സ്നേഹബന്ധം. പക്ഷേ ഇവനെ അവസാനമായിട്ട് കണ്ടത് അന്നാണ് കേട്ടോ. അത് പിന്നെ ഞാൻ അവനെ കണ്ടിട്ടില്ല. വിഷം കഴിച്ച് മരിച്ചു. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പോയപ്പോൾ എൻ്റെ പെറ്റ്സും എന്നെ വിട്ടു പോയി. അന്ന് വീട്ടിൽ ചെല്ലുന്ന ദിവസം മുഴുവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇവർ. അവൻ ഞാൻ പൊട്ടൊക്കെ തൊട്ട് കൊടുത്തു. എന്നെ തട്ടി മുട്ടി അങ്ങനെ നടപ്പായിരുന്നു കേട്ടോ. ഒരു ക്രിസ്മസ് ദിവസമാണ്. അവൻ്റെ കൈകളായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം. നല്ല വെളുത്ത പഞ്ഞി പോലെയുള്ള കൈകൾ, നല്ല വൃത്തിയായിരുന്നു കേട്ടോ. ഈ വീഡിയോയ്ക്ക് ഞാൻ വോയിസ് ചെയ്യുമ്പോൾ 2-3 പ്രാവശ്യം ഞാൻ എടുക്കേണ്ടി വന്നു, സങ്കടം കൊണ്ട്. ഇതാണ് മറ്റൊരാൾ. ഇവൻ്റെ പേരാണ് ബാലു. അവനും അങ്ങനെ തന്നെ ഭയങ്കര സ്നേഹമായിരുന്നു എന്നോട്. അവൻ്റെ നോട്ടം തന്നെ കണ്ടാൽ അറിയില്ലേ. എൻ്റെ ഒരു രീതി അങ്ങനെയായിരുന്നു. ഞാൻ അവിടെ ഇവിടെയൊക്കെ പോയി പൂച്ചകളെയും പട്ടികളൊക്കെ വഴിയിൽ നിന്നൊക്കെ കിടക്കുന്നതിനെ കൊണ്ടുവരും. അപ്പനും അമ്മയും ഒന്നും പറയില്ല കേട്ടോ. അവർക്ക് സന്തോഷമായിരുന്നു. നമ്മുടെ ഉള്ളതൊക്കെ കൊടുത്ത് അവരെ വളർത്തുകയും ചെയ്യും നമ്മൾ. ബാലുവിനെ ഞാൻ അവസാനം കാണുന്നത് ഞാൻ 8 മാസം പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴാണ്. അത് രാത്രി ആയപ്പോൾ അവൻ എവിടെയോ ഒക്കെ പോയിട്ട് തിരിച്ചു വന്നു. അവൻ അറിഞ്ഞില്ലായിരുന്നു ഞാൻ വന്നത്. അന്ന് ഒത്തിരി സന്തോഷമായിരുന്നു. അതിന് ശേഷം ഞാൻ പിന്നെ അറിയുന്നത് അവനും ഇതുപോലെ തന്നെ പോയെന്നാണ്. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് അതൊക്കെ ഓർക്കുമ്പോൾ. അതാ ഞാൻ പറഞ്ഞത്, മനുഷ്യനെ പോലെ മൃഗങ്ങൾക്ക് ഒരിക്കലും കുത്തി നോക്കാൻ പറ്റത്തില്ല, വാക്കാലോ പ്രവൃത്തിയാലോ. അവരെ സ്നേഹിച്ചാൽ അവർ തിരിച്ചും സ്നേഹിക്കും. എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഞാനിത് എൻ്റെ ഫോണിൽ തന്നെ സൂക്ഷിച്ചതെന്ന് വെച്ചാൽ അവരെനിക്ക് തന്ന സന്തോഷവും സ്നേഹമൊക്കെ തന്നെയാണ് കാരണം. ഞാൻ പറഞ്ഞല്ലോ, ചെറിയ പ്രായത്തിൽ പൂച്ചകളൊക്കെ ഞാൻ കൊണ്ടുവരുമായിരുന്നെന്ന്. ഇതുങ്ങളൊക്കെ മരിക്കുന്ന സമയത്ത് എൻ്റെ മടിയിലും കാലിലൊക്കെ കിടന്നാൽ മരിച്ചു. ഞാൻ അത് തലോടിക്കൊണ്ടേയിരിക്കും മരിക്കുന്നവരെ. അതൊക്കെ ഒരു വല്ലാത്ത അനുഭവമായിരുന്നു. അതുകൊണ്ടായിരിക്കണം എൻ്റെ കുട്ടികളും ഈ ജീവികളോടൊക്കെ ഒത്തിരി ഇഷ്ടമായിട്ടാണ് പെരുമാറുന്നത്. എൻ്റെ ഹസ്ബൻഡും അതെ. ഇപ്പോൾ ഇവരൊക്കെയാണ് എൻ്റെ പെറ്റ്സ്. താഴത്തെ വീട്ടിലെ കറുമ്പൻ ഇടയ്ക്കൊക്കെ പേടിക്കാത്ത വരാറുണ്ട്. ഇത് നമ്മുടെ ചെറുക്കൻ, ഇവൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ബഗീരൻ, ഇവിടുത്തെ, ഒന്ന് കണ്ടു നോക്ക് കേട്ടോ. ഇത് മഞ്ഞപ്പൂച്ച. ഇത് നമ്മുടെ ഡോറ. ഇവരെ പറ്റിയൊക്കെ ഞാൻ പ്രത്യേകം വേറെ വീഡിയോ ചെയ്യാം. ഇത് നമ്മുടെ ബോബിക്കുട്ടൻ, ബോബിമോൻ എന്നൊക്കെ ഞാൻ വിളിക്കും. എന്തൊക്കെയായാലും കഴിഞ്ഞ കാലത്ത് ഇവരൊക്കെ തന്നൊരു സന്തോഷം അതൊന്ന് വേറെയാണ്. ഇടയ്ക്കൊക്കെ സങ്കടമൊക്കെ വരുമ്പം ആലോചിക്കാനും സന്തോഷിക്കാനും ഇവരൊക്കെ മതി നമുക്ക്.